ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരള PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2ന്റെ ലാസ്റ്റ് എക്സാം എന്ന് വെച്ചാൽ 2022 കഴിഞ്ഞ എക്സാം ഉണ്ടായിരുന്നത്. ആ എക്സാമിലെ സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എ കോഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ പുതുതായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള PSC തുളസി വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആണ്. ജാനുവരി 29 അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം, മറന്നു പോവാതെ. ഇത് BSc സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, അതേപോലെ തന്നെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസിലേക്ക് കടന്നാലോ? അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതിനെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് 8 and 0.25, ദി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വിൽ ബി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ CV is equal to സിഗ്മ ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഇതിൽ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ആണ്, അല്ലെ? ഡയറക്റ്റ് എന്താ പറയാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, അല്ലെ? അങ്ങനെയാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ സിഗ്മയ്ക്ക് പകരം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇതിനകത്ത് വേരിയൻസാ 0.25 തന്നിട്ടുണ്ട്. അപ്പൊ വേരിയൻസ് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്ന 0.25 ആണെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും, അല്ലെ? അപ്പൊ 0.5 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ ഈക്വേഷനിൽ കൊടുക്കാം 0.5 ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. എക്സ് ബാർ എന്ന് പറയുന്നത് 8 ആണ്. സോറി, എക്സ് ബാർ എന്ന് പറയുന്നത് 8 ഇൻറ്റു 100. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 100 ഡിവൈഡഡ് ബൈ 16 എഴുതാം. എത്ര വരും? 6.25%. അപ്പൊ CV എന്ന് പറയുന്നത് എന്ത് കിട്ടി? 6.25. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ, അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ടേം ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി? ഓക്കെ, അപ്പൊ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻസും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? ദി വേരിയൻസ് ഓഫ് ദി എറർ ടേം ഇസ് നോട്ട് കോൺസ്റ്റന്റ്. അടുത്തത് എന്താ? വേരിയൻസ് ഓഫ് ദി ഡിപ്പെൻഡന്റ് വേരിയബിൾ ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഇനി അടുത്ത ഓപ്ഷനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എറേഴ്സ് ആർ നോട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഓഫ് വൺ അനദർ. അതല്ല എന്തായാലും, അല്ലെ? അതല്ല. ഇനി എറേഴ്സ് ഹാവ് നോൺ സീറോ മീൻ. അതാണോ? അതുമല്ല. ഇനി എന്താണ്? നമുക്കറിയാം ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വെച്ചാല് സംതിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു വേരിയൻസ്, അല്ലെ? അപ്പൊ ഓപ്ഷൻ എയോ ബിയോ ആണ്. എന്തിന്റെ വേരിയൻസ് ആണ്? എറർ ടേമിന്റെ വേരിയൻസ് ആണ്. അപ്പൊ ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി വെച്ചാല് എറർ ടേമിന്റെ വേരിയൻസ് കോൺസ്റ്റന്റ് അല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി എറർ ടേമിന്റെ കോൺസ്റ്റന്റ് എറർ വേരിയൻസ് ആണ് എങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ എന്തെന്ന് പറയും? ഹോമോസ്കെഡാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, ഹോമോസ്കെഡാസ്റ്റിസിറ്റി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹെട്രോസ്കെഡാസ്റ്റിസിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ഓപ്ഷൻ A is the right answer. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Given the arithmetic mean is equal to 45, mode is equal to 48, then median will be. അപ്പൊ മീഡിയൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഈ 3 എണ്ണത്തിനെയും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ള. എന്താണത്? മോഡ് is equal to 3 മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 3 എണ്ണത്തിനെ, മീന്, മീഡിയൻ, മോഡിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഇനി ആർക്കെങ്കിലും ഇതുവരെ അറിയില്ല, ഈ ഒരു ഇക്വേഷൻ ആദ്യമായിട്ട് കാണുന്നതാണ് നിങ്ങളെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാംസിന് ചോദിക്കാറില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, അപ്പൊ മോഡ് is equal to
3 മീഡിയൻ മൈനസ് 2 മീൻ. ഇനി ഇതിന് ഓരോന്നിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് എന്ന് പറയുന്നത് എത്രയാ തന്നിട്ടുള്ളത്, 48 ആണ് അല്ലെ. 48 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കണം, മൈനസ് 2 ഇൻറ്റു മീന്റെ വാല്യൂ എത്രയാ തന്നിട്ടുള്ളത്, 45. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ ആണല്ലോ. അപ്പൊ 3 മീഡിയൻ ഇസ് ഈക്വൽ ടു 48 പ്ലസ്, ഇതിനെ പ്ലസ് വന്ന് ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഉള്ള എന്താവും, പ്ലസ് ആവും. 48 പ്ലസ് 90. ഇനി മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, മീഡിയൻ ഇസ് ഈക്വൽ ടു 90 പ്ലസ് 48 എന്ന് പറയുന്നത് 138 ഡിവൈഡഡ് ബൈ 3. ഇതെന്ത് വരും, 46 എന്ന് വരും അല്ലെ. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 46 എന്ന് കിട്ടി. ഇനി ഓപ്ഷനിൽ ഏതാ, ഓപ്ഷൻ ബി ആണ് 46 തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. വളരെ എളുപ്പമല്ലേ ഇത്. ഇനി അതേപോലെ തന്നെയുള്ള ഒരു ഡയറക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ദി അനാലിസിസ് ഓഫ് വേരിയൻസ് ഇസ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് ടി ടെസ്റ്റ്, സെഡ് ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് ആൻഡ് എഫ് ടെസ്റ്റ്. ഇതാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. നമുക്ക് അറിയാം ഏതാ, എഫ് ടെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ അനോവ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്, എഫ് ടെസ്റ്റ്. എന്നുവെച്ചാൽ എഫിന്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, തന്നിരിക്കുന്ന ട്രീറ്റ്മെന്റ്സ് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യാണോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാണോ എന്ന് പറയുന്നത് എഫിന്റെ വാല്യൂ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ട് ഓർത്തിരിക്കുക, അനാലിസിസ് ഓഫ് വേരിയൻസ് അതായത് അനോവയിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ഏതാണ്, എഫ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ കമ്മിങ് ക്ലാസ്സിൽ എന്തായിരിക്കും നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. ഓരോന്ന് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോന്നിന്റെയും വാല്യൂ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് പെർസെന്റേജ് ഓഫ് വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽ. ഫസ്റ്റ് ക്വാർട്ടൈലിന്റെയും തേർഡ് ക്വാർട്ടൈലിന്റെയും ബിറ്റ്വീൻ ആയിട്ട് എത്ര പെർസെന്റേജ് ഓഫ് വാല്യൂ, വാട്ട് പെർസെന്റേജ് ഓഫ് വാല്യൂ ആണ് ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിനൊരു ഒന്ന് വരച്ചു നോക്കാം എങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ വരിക എന്നുള്ളത്. ക്വാർട്ടൈൽസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ ഡേറ്റയെ 3 വാല്യൂസ് വെച്ചിട്ട്, എന്ന് വെച്ചാൽ Q1, Q2, Q3, ഫസ്റ്റ് ക്വാർട്ടൈൽ, സെക്കൻഡ് ക്വാർട്ടൈൽ, തേർഡ് ക്വാർട്ടൈൽ എന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് വെച്ചാല് എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്, ഫസ്റ്റ് ക്വാർട്ടൈലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര പെർസെന്റേജ് ഓഫ് വാല്യൂ ഉണ്ടാവും, ഇത് 25 ആണ് അല്ലെ, 25% ഓഫ് വാല്യൂസ്. റൈറ്റ് ഹാൻഡ് സൈഡിലോ ഇത് എത്ര ഉണ്ട്, 75%. ഇനി നമ്മൾ സെക്കൻഡ് ക്വാർട്ടൈൽ എടുക്കുക. സെക്കൻഡ് ക്വാർട്ടൈൽ എങ്ങനെയാ വരുന്നത്, സെക്കൻഡ് ക്വാർട്ടൈൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക, Q2 എന്നല്ലേ. Q2 എന്ന് പറയുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, തന്നിരിക്കുന്ന ടോട്ടൽ ഡേറ്റയെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാല് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും എങ്ങനെ വരുന്നു, 50% ഓഫ് ഒബ്സർവേഷൻ ആണ് വരുന്നത്. ഇനി തേർഡ് ക്വാർട്ടൈൽ ആണെങ്കിലോ, തേർഡ് ക്വാർട്ടൈൽ ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 75% ഓഫ് ഒബ്സർവേഷൻസും റൈറ്റ് ഹാൻഡ് സൈഡിൽ 25% ഓഫ് ഒബ്സർവേഷൻസും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ക്വാർട്ടൈൽസ് എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊരു ജസ്റ്റ് ഒരു എന്താ പറയാ ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, വാട്ട് പെർസെന്റേജ് ഓഫ് വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടൈലിന്റെയും തേർഡ് ക്വാർട്ടൈലിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് എത്ര പെർസെന്റേജ് ഓഫ് വാല്യൂസ് ലൈ ചെയ്യുന്നുണ്ട്, എത്ര ഉണ്ടാവും, ഇതും 25 ആണ്, ഇതും 25 ആണ് അല്ലെ. ഇത് രണ്ടും ആണ് ഫസ്റ്റും തേർഡ് ക്വാർട്ടൈലും. അപ്പൊ ഇത് എത്ര വരും, ടോട്ടല് 50% ഓഫ് വാല്യൂസ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അല്ലാതെ തന്നെ നമുക്ക് നോക്കാം, Q1ന്റെ ലെഫ്റ്റ് ആയിട്ട് എത്ര ഔട്ട്സൈഡ് ആയി പോയിട്ടുണ്ട്, 25. Q3ന്റെ റൈറ്റ് ആയിട്ട് എത്ര ഔട്ട്സൈഡ് ആയി പോയിട്ടുണ്ട്, 25. അപ്പം 50% ഔട്ട്സൈഡ് ആണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ Q1 ആൻഡ് Q3 എന്ന് പറയുന്നത് എത്ര വരും, 50 വരും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. കാരണം ഇതൊക്കെ നമ്മൾ അതിന്റെ തിയറിയിൽ തന്നെ പഠിക്കുന്നതാണ്. ക്വാർട്ടൈൽസ് പഠിക്കുമ്പോൾ എന്താണ് ക്വാർട്ടൈൽ, എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൺസെപ്റ്റ് കിട്ടണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
ദി വേരിയൻസ് ഓഫ് ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സ്. എന്താ ചോദിച്ചേ? ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ റിസൾട്ട്? ദി വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. എന്തായിരുന്നു ഇതിന്റെ ഇക്വേഷൻ? ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇത് വളരെ വ്യക്തമായിട്ട് ഇതിന്റെ പ്രൂഫ് നമ്മുടെ ഗുപ്ത ആൻഡ് കപൂറിൽ, അതായത് ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിലും അതേപോലെ തന്നെ BL അഗർവാളിന്റെ പ്രോഗ്രാംഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അതിനകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒരുപാട്, ഓരോ സെക്ഷനിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അതിനകത്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എന്താ പറയുക എക്സാമിന് കുറച്ചെണ്ണം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റിലേഷൻ എന്തായിരുന്നു? ദി വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്? n² മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 അല്ലെ? വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? n² മൈനസ് 1 ഡിവൈഡഡ് ബൈ 12. ഇത് മറന്നു വരുത്, ഓർത്ത് വെക്കണം. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? വേരിയൻസ് ഓഫ് ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ എന്നിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കാം? 2n കൊടുക്കാം. അപ്പൊ 2n ഹോൾ സ്ക്വയർ അല്ലെ? n² പ്ലേസിൽ നമ്മൾ 2n കൊടുത്തു, അതിനെ സ്ക്വയർ ചെയ്തു. n² 2n ഹോൾ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. സോറി, ഇവിടെ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2n ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4n² മൈനസ് 1 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് 2n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? n² മൈനസ് 1 ബൈ 12 ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദി പ്രോബബിലിറ്റി ഓഫ് 2 persons being born on the same day. The probability of 2 persons being born on the same day. സെയിം ഡേ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ രണ്ടുപേര് ഏതായിരിക്കണം? സൺഡേ ആയിരിക്കണം ജനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മൺഡേ അല്ലെ? രണ്ടുപേരും മൺഡേ ആയിരിക്കണം. ഇങ്ങനെ ഏത് വരെ ആവാം? അടുത്ത സാറ്റർഡേ വരെ ആവാം അല്ലെ? രണ്ടുപേരും അടുത്ത സാറ്റർഡേ വരെ ആവാം. അങ്ങനെ ഇപ്പൊ സപ്പോസ് നമ്മൾ സൺഡേ എടുക്കുകയാണ്. ആദ്യത്തെ ആള് സൺഡേ ജനിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? ആകെ 7 ദിവസമല്ലേ ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ഇവിടെ എഴുതാം അല്ലെ? 1/7 എഴുതാം. ഇനി രണ്ടാമത്തെ ആളും സൺഡേ തന്നെ ജനിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/7 തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും സൺഡേ തന്നെ ജനിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കിട്ടി. 1/7 × 1/7. പക്ഷെ നമ്മളോട് സൺഡേ തന്നെ ജനിക്കാനുള്ളതാണോ ചോദിച്ചത്? അല്ല, സെയിം ഡേ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ? അത് സൺഡേ ആവാം, മൺഡേ ആവാം, അങ്ങനെ പോയി സാറ്റർഡേ വരെ ആവാം. അങ്ങനത്തെ 7 എണ്ണം ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇതിനെ 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു 7ഉം ക്യാൻസൽ ആയിപ്പോ. ആൻസർ എന്ത് കിട്ടും? 1/7 കിട്ടി. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. എന്നുവെച്ചാല് ദ പ്രോബബിലിറ്റി ഓഫ് 2 persons being born on the same day എന്ന് പറയുന്നത് എന്താണ്? 1/7. എങ്ങനെ 1/7 വന്ന്? ഇപ്പൊ സൺഡേ ആണെങ്കിൽ ആദ്യത്തെ ആള് സൺഡേ ജനിക്കാനുള്ള പ്രോബബിലിറ്റി 1/7 ആണ്. അതേ സൺഡേ തന്നെ അടുത്ത ആളും ജനിക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡേറ്റ് ഒക്കെ ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീക്ക് മാത്രം, ഡേ മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ആളും സൺഡേ തന്നെ ജനിക്കാനുള്ള പ്രോബബിലിറ്റി 1/7 ആണ്. അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട് അല്ലെ? അപ്പം സൺഡേ ആവാം, മൺഡേ ആവാം, അതേപോലെ തന്നെ 7 കേസസ് വരാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? 7 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ എന്ത് കിട്ടി? 1/7 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A problem in statistics is given to 2 students, A and B, and they have equal chance to solve the problem. Okay, what is the probability that the problem is solved? Okay, എന്താ കണ്ടുപിടിക്കണ്ടേ? എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള? 2 സ്റ്റുഡൻസിന്
ഒരു പ്രോബ്ലം കൊടുത്തു, സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു പ്രോബ്ലം കൊടുത്തു. എ ആൻഡ് ബി എന്ന് പറയുന്ന 2 സ്റ്റുഡൻസിന് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു പ്രോബ്ലം കൊടുത്തു. അവര് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്? ഒന്നുകിൽ എ സോൾവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബി സോൾവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താ രണ്ടുപേരും സോൾവ് ചെയ്തിട്ടുണ്ടാവാം. എങ്ങനെയാണെങ്കിലും പ്രോബ്ലം ഇസ് സോൾവ്ഡ്. അതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്ക് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതെങ്ങനെയാ ചെയ്യാം? അപ്പൊ എ ആണ് ആ ക്വസ്റ്റ്യൻ ആ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. എ സോൾവ് ചെയ്തു, ബി സോൾവ് ചെയ്തില്ല. അതിനെ നമുക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കാം. ഇനി എ സോൾവ് ചെയ്തില്ല, ബി സോൾവ് ചെയ്തു. ഇനി എയും ബിയും സോൾവ് ചെയ്തു, അല്ലെ? ഇത്രയല്ലേ അതിനകത്ത് ഉണ്ടാവാം. ഒന്നുകിൽ എ സോൾവ് ചെയ്തിട്ടുണ്ടാവാം, ബി സോൾവ് ചെയ്തില്ല, അല്ലെങ്കിൽ എ സോൾവ് ചെയ്തില്ല, ബി സോൾവ് ചെയ്തില്ല. ഈ 2 കേസിൽ എന്താണ്? പ്രോബ്ലം സോൾവ്ഡ് ആണ്. വെദർ ഇറ്റ് ഈസ് എ ആണെങ്കിലും ബി ആണെങ്കിലും പ്രോബ്ലം സോൾവ്ഡ് ആണ്, അല്ലെ? ഇനി അടുത്ത കേസോ, തേർഡ് കേസ് എന്താ? എ ബി എന്ന് പറയുന്നത് രണ്ടുപേരും സോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിലും എന്താണ്? ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെ? ഇനി ഇതിന്റെ ഓരോന്നിന്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള പ്രോബബിലിറ്റി കിട്ടും. അതെങ്ങനെയാ കണ്ടുപിടിക്കാം? രണ്ടിൻ്റെതും ഈക്വൽ ചാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? 1/2 ആണ്. അപ്പൊ എ സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. ബി സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? അതും 1/2 ആണ്. ഇനി അടുത്തത്, എ സോൾവ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2 ആണ്. കാരണം എന്താ? എല്ലാത്തിനും ഈക്വൽ പ്രോബബിലിറ്റി അല്ലേ? ഇനി ബി സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയോ? 1/2. ഇനി എയും ബിയും സോൾവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താ? അഗെയിൻ 1/2 ഇൻറ്റു 1/2, അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടാം നമുക്ക്. അപ്പൊ 1/4 പ്ലസ് 1/4 അഗെയിൻ 1/4. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3/4 ആണ്. ഇത് ക്ലിയർ ആണല്ലോ? വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിനകത്ത് നമുക്ക് എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ രണ്ടുപേരും ചില സിറ്റുവേഷൻസിൽ ഈ ഒരു ടേം ഉണ്ടല്ലോ, എയും ബിയും സോൾവ് ചെയ്ത ആ ടേം നമ്മൾ ചിലപ്പോൾ ആഡ് ചെയ്യാൻ മറന്നു. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യും? തെറ്റ് പറ്റും. അപ്പൊ നിങ്ങൾ ഓർക്കുക, എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിസൾട്ട് നമുക്ക് ഗുപ്ത ആൻഡ് കപൂറിന്റെ ബുക്കിൽ തന്നിട്ടുണ്ട്. if x follows binomial distribution with the parameter n and p, then the distribution of y is equal to n minus x is. തന്നിരിക്കുന്നത് എക്സ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ n മൈനസ് എക്സ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? ഇപ്പൊ ക്വസ്റ്റ്യൻ എല്ലാ ഓപ്ഷനിലും കൊടുത്തിട്ടുള്ളത് ബൈനോമിയൽ തന്നെയാണെന്നാണ്. പക്ഷെ എന്താ, പാരാമീറ്റേഴ്സ് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി നമ്മുടെ ഗുപ്ത ആൻഡ് കപൂറിൽ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് ആയിട്ട്. എക്സ് ഫോളോസ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n, p ആണെങ്കിൽ then n minus x follows ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n, q ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു റിസൾട്ടോടെ നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും, അല്ലെ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ n and q. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മോഡ് ഓഫ് ദി ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ p of x is equal to 1/2 raised to x, where x is equal to 1, 2, etc. is. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മോഡ് ഓഫ് ദി ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതെന്താണെന്നറിയോ? ദി മോഡ് ഓഫ് ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾവേസ് 1. ഓക്കെ, ആ ഒരു കണ്ടീഷനോട് ഓർത്ത് വെക്കാം. ദി മോഡ് ഓഫ് ദി ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾവേസ് 1. അപ്പൊ നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതോ നോക്കേണ്ട ഒന്നും ആവശ്യമില്ല. 1 എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് എന്ന് പറയുന്നത്. അതും ഒരു ഡയറക്റ്റ് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ദി പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഈസ്. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഏതാണെന്ന് ഓപ്ഷൻസിൽ +1 കൊടുത്തിട്ടുണ്ട്, -1 കൊടുത്തിട്ടുണ്ട്, ബോത്ത് +1 and -1 കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നണ്ണാണ്. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിക്കുന്ന എല്ലാം ഡയറക്റ്റ് തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ?
But the point of inflection of standard normal curve is both plus and minus 1. So answer is option C. If T is a statistic which follows students distribution with 10 degrees of freedom, then what is the distribution of T square? എന്താ കൊടുത്തിട്ടുള്ളത്? T എന്ന് പറയുന്നത് which follows students T distribution with എത്ര degrees of freedom? 10 degrees of freedom. അങ്ങനെയാണെങ്കിൽ T square എന്ന് പറയുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുള്ള? അപ്പൊ ഈ ഒരു റിസൾട്ട് കൂടെ ഓർത്ത് വെക്കുക. If T follows students T distribution with n degrees of freedom ആണെങ്കിൽ, if T follows students T distribution with n degrees of freedom ആണെങ്കിൽ, then T square follows F distribution with 1, n degrees of freedom ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എങ്ങനെ വരും? T square follows F distribution with 1, 10 degrees of freedom അല്ലെ? അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിനകത്ത് എഫ് വിത്ത് 1, 10 കൊടുത്തിട്ടുണ്ട്, 10, 1 കൊടുത്തിട്ടുണ്ട്. അപ്പം എമ്മും എന്നിന്റെയും ആ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അതിന്റെ ഓർഡർ മാറിപ്പോയത്. ഓർഡർ മാറിപ്പോയാൽ ആ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് തന്നെ മാറും. അപ്പൊ ഓർത്ത് വെക്കാം, ഇഫ് ടി ഫോളോസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ ടി സ്ക്വയർ ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1, n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഡയറക്റ്റ് റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വളരെ ഈസി അല്ലേ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും? അപ്പൊ കറക്റ്റ് ആയിട്ട് തിയറി നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതേപോലെ തന്നെ ഗുപ്ത ആൻഡ് കപൂറിന്റെ ബുക്ക്, അത് എന്താ പറയാ, അതിന്റെ ഓരോ ലൈനും നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Given the two lines of regression as 3x minus 4y plus 8 is equal to 0 and 4x minus 3y is equal to 1, the means of x and y are. അപ്പൊ നമുക്കറിയാം ഒരു ടു റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ടു റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് ഏത് പോയിന്റിലായിരിക്കും? എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ടു റിഗ്രഷൻ ലൈൻസ് കോയിൻസൈഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കേണ്ട എന്താ? എക്സ് ബാറിന്റെയും വൈ ബാറിന്റെയും വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാ അത് കണ്ടുപിടിക്കാം? നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് തന്നിട്ടുള്ള എന്താ? 3x minus 4y plus 8 is equal to 0. ഫസ്റ്റ് റിഗ്രഷൻ ലൈൻ തന്നിട്ടുണ്ട്. ഇനി അടുത്തതോ 4x minus 3y is equal to 1 ആ. അപ്പൊ ഞാൻ അതിനെ -1 is equal to 0 എന്ന് എഴുതി അല്ലെ? ഇതിനെ എങ്ങനെയാ നമ്മൾ സോൾവ് ചെയ്യാം? അപ്പൊ രണ്ട് എക്സിനും വൈയും രണ്ട് വേരിയബിളിലുള്ള ഇക്വേഷൻസ് ആണ് രണ്ടെണ്ണം. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യുക എങ്ങനെയാ? ഒന്നുകിൽ നമ്മൾ എക്സിന്റെ കോഎഫിഷ്യൻസ് എന്താക്കുക? ഈക്വൽ ആക്കുക. അല്ലെങ്കിൽ വൈന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യണം അല്ലെ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് എക്സിന്റെ ആണ് ഞാൻ ഈക്വൽ ആക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ 4 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇക്വേഷൻ 1 × 4 എന്ന് പറയുമ്പോൾ 12x minus 16y plus 32 is equal to 0 എന്ന് കിട്ടും അല്ലെ? ഇനി സെക്കൻഡ് ഇക്വേഷനെ ഞാൻ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താവും? എക്സിന്റെ ടേം 12 തന്നെയാവും. അപ്പൊ എന്ത് കിട്ടും? 12x minus 9y minus 3 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പുതുതായിട്ടുള്ള ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ 3 എന്നും ഇക്വേഷൻ 4 എന്നും ഞാൻ നെയിം ചെയ്യാണ്. ഓക്കെ, ഇനി 4 എന്ന് 3 കുറയ്ക്കാം. ഇക്വേഷൻ 4 മൈനസ് ഇക്വേഷൻ 3 നമുക്ക് എന്ത് കിട്ടും? 12x 12x പോയാൽ എന്താവും? അത് മൈനസ് ആയി പോകും. ഇനി -16y പ്ലസ് -4 - 3 ആണല്ലോ. സോറി, ഒരു മിനിറ്റ്, ചെറിയൊരു 4 - 3 ആണ്. അപ്പൊ 12x 12x പോയാല് 0 ആയി. ഇനി -9y പ്ലസ് 16y -3
മൈനസ് 32 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഇതെന്ത് വരും? മൈനസ് 9y പ്ലസ് 16y എന്ന് പറയുന്നത് എന്ത് വരും? 7y. 7y is equal to എന്തെന്ന് എഴുതാം? 35 എന്ന് എഴുതാം അല്ലെ? ഈ മൈനസ് ഉള്ള ഈക്വലിന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പൊ y is equal to എന്ത് കിട്ടി? 5 എന്ന് കിട്ടി അല്ലെ? ആക്ച്വലി ഇത് y ബാർ ആണ്. അപ്പൊ y എന്ന് കിട്ടിയത് മീൻ ഓഫ് y എന്ന് പറയുന്നത് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി എക്സിന്റെ വാല്യൂടെ കണ്ടുപിടിക്കണമല്ലോ. അതിനെന്താ നമ്മൾ ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. അപ്പൊ 3x അപ്പം 3x മൈനസ് വൈന്റെ എന്തായിരുന്നു? 5 അല്ലേ? അപ്പൊ 20 പ്ലസ് 8 is equal to 0. അപ്പൊ 3x is equal to 12 എന്ന് വരും അല്ലെ? x is equal to 4 എന്ന് വരും. അപ്പൊ നമുക്ക് എക്സിന്റെ വൈന്റെ വാല്യൂസ് എന്ത് കിട്ടി? 4 and 5 എന്ന് കിട്ടി. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? 2 റിഗ്രഷൻ ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട മീൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 2 ഇക്വേഷനെയും സോൾവ് ചെയ്യണം. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയാ ട്രിക്ക് ഉപയോഗിക്കുക. എങ്ങനെയാ? 2 വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വേരിയബിളിന് എങ്ങനെയെങ്കിലും അതിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആക്കിയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് അടുത്ത വേരിയബിളിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. എന്നിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യത്തെ ഇക്വേഷനിൽ കണ്ടുപിടിച്ച വേരിയബിളിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് വേരിയബിളിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, എളുപ്പമാണല്ലോ. അപ്പൊ 4ഉം 5ഉം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The minimum variance of the unbiased estimator of lambda of a Poisson distribution is. ഇതും എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The minimum variance of the unbiased estimator of lambda of a Poisson distribution. അപ്പൊ നമുക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും എന്താ ആൻസർ? ഇറ്റ് ഈസ് ലാംഡ ബൈ n അല്ലെ? ആൻസർ ഇസ് ഓപ്ഷൻ ബി, ലാംഡ ബൈ n. ഇനി the degrees of freedom for chi-square in case of contingency table of order 5 into 4. അപ്പൊ നമുക്കറിയാം chi-square ഡിസ്ട്രിബ്യൂഷന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ കണ്ടിൻജൻസി ടേബിൾ ആണ് തന്നിട്ടുള്ളെങ്കിൽ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ chi-square എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ സപ്പോസ് കണ്ടിൻജൻസി ടേബിളിന്റെ ഓർഡർ n into k ആണ്, n by k ആണെങ്കിൽ അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? n minus 1 into k minus 1 ആയിരിക്കും. ഇത് ഏത് കേസിൽ ആപ്ലിക്കബിൾ ആവുക? കണ്ടിൻജൻസി ടേബിളിന്റെ ഓർഡറിലായിരിക്കണം തന്നിട്ടുള്ളത് ഫോർ chi-square ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? n by k, n minus 1 into k minus 1 എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അറിയാത്തവർ ഈ ഒരു റിലേഷൻ എഴുതി വെക്കുക. In case of contingency table of order n by k, the degrees of freedom for chi-square is n minus 1 into k minus 1. അപ്പൊ തന്നിരിക്കുന്ന കേസിൽ എന്താ? ഓർഡർ ഏതാ? 5 by 4 എന്നുള്ളതാ. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരിക്കും? 5 minus 1 into 4 minus 1 അല്ലെ? എന്നുവെച്ചാല് 4 into 3 12 എന്നുള്ളതായിരിക്കും ആൻസർ വരിക. വളരെ എളുപ്പല്ലേ? നമുക്ക് ഇതിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് എളുപ്പമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, 12 എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ സാമ്പിൾ ഓഫ് 9 items from an infinite population having standard deviation 6 yielded total scores as 160. The standard error of sampling distribution of means is. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? സ്റ്റാൻഡേർഡ് എറർ. സ്റ്റാൻഡേർഡ് എറർ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കാം? സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ √n ആണ് അല്ലെ? ഇതാണ് ഇക്വേഷൻ. അപ്പൊ തന്നിരിക്കുന്നതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുള്ളത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ √n. n എന്ന് പറയുന്നത് എന്താ? സാമ്പിൾ എത്ര ഐറ്റംസ് ഉണ്ട് അല്ലെ? നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഐറ്റംസ് എത്രയാണ്? 9 ആണ്. അപ്പൊ 9ന്റെ സ്ക്വയർ റൂട്ട് 3 എന്ന് വരും അല്ലെ? അപ്പൊ 6 by 3 is equal to 12. അപ്പൊ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എന്ത് കിട്ടി?
2 എന്ന് കിട്ടി. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഈസിലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ടോട്ടൽ സ്കോർസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് 160 എന്ന് പറയുന്നതൊക്കെ. ഒക്കെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് അത് മാത്രം പിക്ക് ചെയ്യാം. അതെ, ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തുള്ള എല്ലാ വാല്യൂസും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കണ്ടെത്തുക, എന്നിട്ട് അതിന് വേണ്ട വാല്യൂസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് എത്ര കിട്ടി? 2 എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സാമ്പിളിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദി നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് n ഫ്രം എ പോപ്പുലേഷൻ ഓഫ് ക്യാപിറ്റൽ N യൂണിറ്റ്സ് വിത്ത് റീപ്ലേസ്മെന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ 2 കണ്ടീഷൻ പഠിക്കും സാമ്പിളിങ്ങില്. എന്തൊക്കെയാ? വിത്ത് റീപ്ലേസ്മെന്റും പഠിക്കും, അതേപോലെ തന്നെ എന്ത് പഠിക്കും? വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പഠിക്കും. അപ്പൊ 2 കണ്ടീഷനിലും എന്തായിരിക്കും? എടുക്കുന്ന സാമ്പിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോറി, 2 കണ്ടീഷനിൽ എന്തായിരിക്കും? എടുക്കുന്ന സാമ്പിൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വിത്ത് റീപ്ലേസ്മെന്റ് ആ. അപ്പം വിത്ത് റീപ്ലേസ്മെന്റ് ഓർത്തു വരിക്കാം. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷനിൽ n യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ, n ആണ് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ യൂണിറ്റ്സ്. അതേപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട സാമ്പിളിന്റെ സൈസ് എത്രയാണ്? സ്മോൾ n ആണെങ്കിൽ വിത്ത് റീപ്ലേസ്മെന്റ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് n ടു ദ പവർ n ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? n ടു ദ പവർ n ആയിരിക്കും. അപ്പം വിത്ത് റീപ്ലേസ്മെന്റ് ടോട്ടൽ നമ്പർ ഓഫ്, സോറി ഒരു ചെറിയൊരു പെന്നിന്റെ ചെറിയൊരു ഇഷ്യൂ ആണ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n ടു ദ പവർ n ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. ഇനി അതല്ല, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് സിറ്റുവേഷൻ എങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഈ സെയിം സിറ്റുവേഷൻ എന്ന് വെച്ചാല് ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ N ആണ്. പോസിബിൾ സാമ്പിളിന്റെ സൈസ് സ്മോൾ n സാമ്പിൾസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് NCN ആയിരിക്കും. ഓക്കെ, വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ എന്തായിരിക്കും? NCN ആയിരിക്കും. അതുകൂടെ ഓർത്തു വെക്കുക. എന്നുവെച്ചാല് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് n ടു ദ പവർ n ആയിരിക്കും. അങ്ങനെ ആകുമ്പോ എങ്ങനെയാ വരിക? വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത സാമ്പിൾ വീണ്ടും തിരിച്ച് അതിനകത്തേക്ക് ഇടും അല്ലെ. ഇനി വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലോ, നമ്മൾ എടുത്ത സാമ്പിൾ വീണ്ടും തിരിച്ച് ആ പോപ്പുലേഷനിലേക്ക് ഇടുന്നില്ല, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് NCN ആയിരിക്കും. ഇനി വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ പോസിബിൾ നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് എന്ന് പറയുന്നത് n ടു ദ പവർ n ആയിരിക്കും. ഈ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആലോചിച്ച് വെക്കുക. വിത്ത് റീപ്ലേസ്മെന്റ് കേസും അതേപോലെ തന്നെ വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ കേസിലും. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടോ? ഇതിനകത്ത് വിത്ത് റീപ്ലേസ്മെന്റ് ആണ് ചോദിച്ചത്. വിത്ത് റീപ്ലേസ്മെന്റിന്റെ കേസിൽ വരുന്ന ആൻസർ n ടു ദ പവർ n ആണ്. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായത്. കാരണം എന്താ? ഇതിനകത്ത് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടില്ല. n ടു ദ പവർ n എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടില്ല. അപ്പം ഇതിന്റെ ശരിക്കുള്ള ആൻസർ n ടു ദ പവർ n ആണ്. പക്ഷെ ഓപ്ഷൻസിൽ ഒന്നും ആ ഒരു ആൻസർ കൊടുത്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഈ എക്സാമിന് ക്യാൻസൽ ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പം വിത്ത് റീപ്ലേസ്മെന്റിന്റെയും വിത്തൗട്ട് റീപ്ലേസ്മെന്റ് 2 സിറ്റുവേഷൻ വരുമ്പോഴുള്ള ആൻസേഴ്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. While analyzing the data of 4x4 Latin square design, the error degrees of freedom in the analysis of variance is equal to. എന്നുവെച്ചാൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഏത് ഡിസൈനാണ് തന്നിരിക്കുന്നത്? ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ലാറ്റിൻ സ്ക്വയർ ഡിസൈനിന്റെ അനോവ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്
എന്നുവെച്ചാൽ വി ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അവിടെ വി ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ വി കോളംസ് ഉണ്ടെങ്കിൽ അതിന്റെ എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? വി മൈനസ് 1 ഇൻറ്റു വി മൈനസ് 2 എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത് ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണേ നമ്മൾ എന്ത് ചെയ്യണം? ആ അനോവ ടേബിൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? അവിടെ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. സോഴ്സ് ഓഫ് വേരിയേഷനിൽ റോസ്, കോളംസ്, ട്രീറ്റ്മെന്റ്സ്, ഈ 3 ഉണ്ടാവും അല്ലെ. ഓരോന്നിന്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? വി മൈനസ് 1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു? വി മൈനസ് 1 ഇൻറ്റു വി മൈനസ് 2 ആണ് അല്ലെ. വി മൈനസ് 1 ഇൻറ്റു വി മൈനസ് 2 ആണ്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്ന ലാറ്റിൻ സ്ക്വയറിന്റെ ഓർഡർ എന്താ? 4/4 ആണ്. എന്നുവെച്ചാൽ വി ഇസ് ഈക്വൽ ടു 4 ആണ് അല്ലെ. അപ്പൊ നമുക്കത് ഈക്വേഷനിൽ കൊടുത്തു നോക്കാം. അപ്പൊ 4 മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 2 എന്ന് വരും. അപ്പൊ എന്താ വരുന്നത്? 3 ഇൻറ്റു 2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 6. എറർ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്ത് കിട്ടി? 6 കിട്ടി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, എളുപ്പല്ലേ? അപ്പൊ നമ്മൾ ഇതിന് എന്ത് പഠിക്കണം ആദ്യം? അതിന്റെ എൽ എസ് ഡിന്ന് മാത്രമല്ല CRD, RBD, LSD ഒക്കെ അനോവ ടേബിൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഓരോന്നിന്റെയും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണ്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ 3Q ഫാക്ടോറിയൽ വിത്ത് ഫാക്ടേഴ്സ് A ആൻഡ് B and C എന്നുവെച്ചാൽ 3 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഈച്ച് അറ്റ് 3 ലെവല്, 3 ഫാക്ടേഴ്സ് ഈച്ച് അറ്റ് 3 ലെവൽ, അതല്ലേ 3Q ഫാക്ടോറിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഈച്ച് അറ്റ് 3 ലെവൽ ദ ഇന്ററാക്ഷൻ A സ്ക്വയർ B C സ്ക്വയർ ഈസ് സെയിം ആസ് ദ ഇന്ററാക്ഷൻ. എന്നുവെച്ചാൽ നമുക്കൊരു ഇന്ററാക്ഷൻ തന്നിട്ടുണ്ട്, A സ്ക്വയർ B C സ്ക്വയർ. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഏതാണെന്നാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് എന്താ? 3Q ഫാക്ടോറിയൽ ആണ് കൊടുത്തിട്ടുള്ളത്. എന്നുവെച്ചാല് 3 ലെവൽസ് ഉണ്ട്, 3 ഫാക്ടേഴ്സ് ഈച്ച് അറ്റ് 3 ലെവൽസ്. ഓരോ ഫാക്ടറും 3 ലെവലിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താന്ന് വെച്ചാല് ഇതിനകത്ത് നമ്മളിപ്പം ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യാം. നോർമലി നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ലെവൽസിനെ റെപ്രസെന്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെവൽ നമ്മൾ 0 എന്ന് എടുക്കുന്നു. ഫസ്റ്റ് ലെവലിനെ 0 എന്ന് എടുക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് ലെവലിനെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഫസ്റ്റ് ലെവലിന് 0, സെക്കൻഡ് ലെവല് 1, തേർഡ് ലെവലിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സിൽ ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 0, 1, 2 എന്ന്. ഇനി മൂന്നാമത്തേത് വരികയാണെങ്കിൽ അത് ഈക്വലൻ ടു ഏതായിരിക്കും? 3 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വലൻ ടു 3 ആയിരിക്കും. ഇനി 4 വരികയാണെങ്കിൽ 3 എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വലൻ ടു 0 ആയിരിക്കും അല്ലെ. ഇനി നാലാമത്തെ ഒരു ഇത് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വലൻ ടു 1 ആയിരിക്കും. 5 ഇങ്ങനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ പഠിക്കാം. ഇതിപ്പോ 3 ലെവൽ ആയതുകൊണ്ടാട്ടോ. അപ്പൊ 6, 7, 8 ഇത് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് ഞാനിപ്പോ പറഞ്ഞുതരാവേ. ഇനിയിപ്പോ സപ്പോസ് അവിടെ 2 ലെവലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതാം. അപ്പൊ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാം? 2 ലെവലേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ 0യും 1ഉം ആയിരിക്കും അല്ലെ. 2 എന്ന് പറയുന്ന 0ക്ക് ഇക്വലന്റ് ആയിരിക്കും, 3 എന്ന് പറയുന്ന 1-നായിരിക്കും, 4 എന്ന് പറയുന്ന 0ക്ക് ആയിരിക്കും. ഇങ്ങനെ എഴുതാൻ പഠിക്കാം. ഇത് 2 ലെവല്, ഇത് 3 ലെവല്. അപ്പൊ നമുക്ക് വേണ്ട ഏതാ? 3 ലെവലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇത് തന്നിരിക്കുന്ന ഇന്ററാക്ഷന് ഇക്വലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഏതാന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഇന്ററാക്ഷനെ ആ സെയിം ഇന്ററാക്ഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ A സ്ക്വയർ ബി സി സ്ക്വയറിനെ A സ്ക്വയർ ബി സി സ്ക്വയർ വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്റെ പവർ 4 ആവും അല്ലെ. എന്റെ പവർ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആവും. ഇനി ബി സ്ക്വയർ ആവും, ബി എന്ന് പറയുന്നത് എന്താവും? സ്ക്വയർ ആവും. ഒരു മിനിറ്റ്, ചെറിയ അപ്പൊ A സ്ക്വയറിന് ആ സെയിം ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു?
മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എന്റെ 4 ആവും പവർ, ബിന്റേത് സ്ക്വയർ ആവും, സിന്റേത് എന്താവും വീണ്ടും 4 ആവും. കാരണം എന്താ, 2 സി സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ ആണ്. ഇനി ഈ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ലെവൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്റെ 4 ആണ്, 4ന് ഇക്വലന്റ് ആയിട്ടുള്ള ഏതാണ്, 1 ആണ്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം, a to the power 1 എന്ന് എഴുതാം. ഇനി സ്ക്വയറിന്റെ എന്താ, സ്ക്വയർ തന്നെ എന്നുവെച്ചാൽ 0 1 2 ഈ ഒരു ഇതിലേ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 0 1 2 3 4 5 2നേക്കാളും കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 0 1 2ലേക്ക് തന്നെ കൺവേർട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് കാണിച്ചു തന്നെ. അപ്പൊ A1 ബിന്റേത് സ്ക്വയർ, ഇനി ബിന്റേത് സ്ക്വയർ, സിന്റേത് എഗെയിൻ എന്ത് വരും, 4 is equivalent to 1. ഓക്കെ, 4 is equivalent to 1. അപ്പൊ നമുക്ക് ഇതിനെ വീണ്ടും എങ്ങനെ എഴുതാം, a to the power 1 എന്ന് പറയുന്ന a ആണ്, a b സ്ക്വയർ c എന്ന് വരും അല്ലേ. അപ്പൊ ഇതിന്റെ എന്ത് വന്നു, a b സ്ക്വയർ c. ഈ തന്നിരിക്കുന്നതാണ് ഏതിന്, a സ്ക്വയർ b c സ്ക്വയറിന് ഇക്വലന്റ് ആയിട്ടുള്ള സെയിം ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അത് ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ, a b സ്ക്വയർ c. സോ ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ, എളുപ്പമാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടെയുള്ളൂ, നമുക്ക് അതുകൂടെ ഒന്ന് വേഗം നോക്കാം. എ ലൈഫ് ടേബിൾ കൺസിസ്റ്റ് ഓഫ്, അപ്പൊ നമുക്കറിയാം ലൈഫ് ടേബിൾ എന്ന് പറയുന്നത് വൈറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാം, ഒരു ലൈഫ് ടേബിളിൽ 8 കോളംസ് ഉണ്ടായിരിക്കും. അപ്പൊ എ ലൈഫ് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 8 കോളംസ്. ഇനി ദി വാല്യൂ ഓഫ് ബി ഇൻ ദ ട്രെൻഡ് ലൈൻ y is equal to a plus bx is. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാ, ഓൾവേസ് പോസിറ്റീവ്, ഓൾവേസ് നെഗറ്റീവ്, നീദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്, ബോത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് ലൈനിൽ ബിന്റെ വാല്യൂ, ബി എന്ന് പറയുന്നത് എന്താണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്, അത് സ്ലോപ്പ് ആണ്. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് തന്നെ ആയിരിക്കോ, ഇല്ല. ചില സിറ്റുവേഷനിൽ എന്തായിരിക്കും, സ്ലോപ്പ് കൂടുന്നത് ഉണ്ടാവാം, ചില സമയത്ത് എന്തായിരിക്കും, സ്ലോപ്പ് കുറയുന്നതായിരിക്കാം. അപ്പൊ അതിന്റെ വാല്യൂ എന്ത് വരാം, പോസിറ്റീവ് ആകാം, അതേപോലെ തന്നെ എന്താവാം, നെഗറ്റീവും ആവാം അല്ലെ. പക്ഷെ ഓൾവേസ് പോസിറ്റീവ് ഓൾവേസ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ബോത്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആവാം. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തെന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് ഇസ് 100 ആൻഡ് പാഷ്യസ് പ്രൈസ് ഇൻഡെക്സ് ഇസ് 144. അപ്പൊ ലാസ്റ്റ് പേസിന്റെ തന്നിട്ടുണ്ട്, ലാസ്റ്റ് പേസ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ, 100 ആണ്. പാഷ്യസ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്, 144 ആണ്. ദെൻ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഇസ്, ഫിഷറിന്റെ ഇൻഡെക്സ് നമ്പർ ഏതാണെന്നാ ചോദിച്ചത്. അപ്പൊ എങ്ങനെയാ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാം, എഫ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് പേസ് ഇൻറ്റു പാഷ്യസ് ഓൾ റേസ്ഡ് ടു 1/2. ഇങ്ങനെയല്ലേ കണ്ടുപിടിക്കാറ്. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ദ ജിയോമെട്രിക് മീൻ ഓഫ് ലാസ്റ്റ് പേസ് ആൻഡ് പാഷ്യസ് ഇൻഡെക്സ് നമ്പർ. അങ്ങനെയാണ് നമ്മൾ ഈ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാലോ. എഫ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് പേസ് എത്രയാ, 100 ഇൻറ്റു പാഷ്യസ് എന്ന് പറയുന്നത് എത്രയാണ്, 144 ആണ് അല്ലേ, ഓൾ റേസ്ഡ് ടു 1/2. അപ്പൊ ഇതിന്റെ എന്ത് വരും, 10 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 120 എന്ന് വരും അല്ലെ. 12ന്റെ ആണ് 144, 10ന്റെ ആണ് 100. അപ്പം ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ത് കിട്ടി, 120. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്ത് നമ്മുടെ ലാസ്റ്റ് കേരള PSC സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് ചോദിച്ചിട്ടുള്ളത്, സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻസ് എന്ന്. അപ്പൊ ഇത് എല്ലാവർക്കും ഈസി ആണ്, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ എന്തെങ്കിലും ഇനി മുന്നോട്ടുള്ള വീഡിയോസിൽ നമുക്ക് ഇതിന്റെ വേറെ സ്റ്റാറ്റിസ്റ്റിക്സ് പോർഷൻസും ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും